ഓക്കെ, ഇത് നമ്മുടെ ബേസിക് ഇലക്ട്രിക്കലിൻ്റെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ 2-3 ക്ലാസ് നമ്മൾ പറഞ്ഞു. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് മുതൽ നമുക്കുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിന് പുറമെ നമുക്ക് വീഡിയോ ആയിട്ടും കൂടി തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ സർക്യൂട്ട് എന്താണെന്ന് പഠിച്ചു, വോൾട്ടേജ് പഠിച്ചു, കറണ്ട് പഠിച്ചു, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ലൈക്ക് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റർ, ഇൻഡക്റ്റർ, ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. ഓക്കെ, now we are going to discuss about voltage and current division rule. Voltage and current division rule. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വോൾട്ടേജ് ഡിവിഷൻ റൂള് നമുക്ക് നോക്കാം. നമുക്ക് 2 ടൈപ്പ് സർക്യൂട്ട്സ് ആണ് ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത സർക്യൂട്ടും, അതായത് സീരീസ് അറേഞ്ച്മെൻറ്റ്സും പഠിച്ചു, പാരലൽ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സും പഠിച്ചു. അപ്പോൾ നമുക്ക് റെസിസ്റ്റർ മാത്രം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് റെസിസ്റ്റേഴ്സ് വരുന്ന സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വോൾട്ടേജ് എവിടെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് വരുന്നത് എപ്പോഴാണ്? നമ്മൾ 2 ടൈപ്പ് സർക്യൂട്ട്സ് പഠിച്ചു. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈച്ച് എലമെൻറ്റ്സിനെ ക്രോസ് വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് വരുന്നത്. കറണ്ട് കോൺസ്റ്റൻറ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ വരച്ചിട്ടുണ്ടായി. ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. 2 റെസിസ്റ്റേഴ്സ് ഉള്ളത് നമ്മൾ അസ്യൂം ചെയ്തു. R1 R2 ആണ്. ഓക്കെ, ദ ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് V ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം there will be a current I എന്ന് പറയുന്ന കറണ്ട് തന്നെയാണ് ഫസ്റ്റ് റെസിസ്റ്റർ R1 കൂടിയും സെക്കൻഡ് റെസിസ്റ്റർ R2 കൂടിയും പോകുന്നത്. ഓക്കെ, ദ കറണ്ട് ത്രൂ ദ എലമെൻറ്റ്സ്, ഓൾ ദ എലമെൻറ്റ്സ് ഇൻ എ സീരീസ് കോമ്പിനേഷൻ ഈസ് സെയിം. ഓക്കെ, സെയിം കറണ്ട് തന്നെയാണ് R1 കൂടിയും R2 കൂടിയും പോകുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഓംസ് ലോ നമ്മൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഈ കറണ്ട് whenever the current passes through a resistance, a voltage drop will occur. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ് V1 ആണ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റർ R1 ആൻഡ് V2 ഈസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റർ R2 എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഇപ്പോൾ ഈ I എത്രയാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നാൽ അത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ വോൾട്ടേജ് Vനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് V/R എന്ന് കിട്ടും. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 റെസിസ്റ്റേഴ്സ് സീരീസ് ആയതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു R1 + R2. എന്നിട്ട് നമുക്ക് I കിട്ടിക്കഴിഞ്ഞാൽ V1 എന്ന് പറയുന്നത് I × R1 നമ്മൾ കണ്ടുപിടിച്ചു. V2 എന്ന് പറയുന്നത് I × R2 ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ 2 വോൾട്ടേജിൻ്റെയും സം ആയിരിക്കും. V ഇസ് ഈക്വൽ ടു V1 + V2. അതായത് നമ്മൾ കൊടുക്കുന്ന മൊത്തം വോൾട്ടേജ്, ഒരു സർക്യൂട്ടിന് നമ്മൾ കൊടുക്കുന്ന 10 വോൾട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ക്രോസുള്ള എലിമെൻസിനൊക്കെ ക്രോസുള്ള എല്ലാ വോൾട്ടേജ് ഡ്രോപ്പ് എടുത്ത് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത അതേ വോൾട്ടേജ് തന്നെ കിട്ടും. അതിനെയാണ് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത്. അത് നമുക്ക് വരുന്നുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടി, നമുക്ക് I ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? V/R എന്നാണ് നമുക്കറിയാം കറണ്ട്. ദെൻ R ഇസ് ഈക്വൽ ടു R1 + R2. അപ്പോൾ നമുക്ക് ഒരു സീരീസ് കോമ്പിനേഷനിൽ, അതായത് ദ വോൾട്ടേജ് അക്രോസ് എ സിംഗിൾ എലമെൻറ്റ് ഓർ എ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ സീരീസ് സർക്യൂട്ട് ക്യാൻ ബി ഡിറ്റർമൈൻഡ് യൂസിങ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. Okay, without calculating current, we don't need to find I though using this equation we don't need to find I. ആ I കാണാതെ തന്നെ നമുക്ക് V1 V2 എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്താണെന്ന് നോക്കാം. ദ വോൾട്ടേജ് ഡിവിഷൻ റൂൾ states that the voltage across a resistor in series circuit is equal to the value of that resistor times the local impressed voltage across the series elements divided by the total resistance of the series elements. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല.
ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് അറിയാം അല്ലേ. സീരീസ് കോമ്പിനേഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെസിസ്റ്റൻസിൻ്റെയും കൂടിയിട്ടുള്ള സമ്മ്, അതാണ് ആർ ടോട്ടൽ. ദെൻ നമുക്ക് റെസിസ്റ്റൻസ് R1-ന് നമുക്ക് ഇതിവിടെ ഇപ്പോൾ R1-ന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ഞാൻ വോൾട്ടേജ് അക്രോസ് R1, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ R1, വി കോൾ ഇറ്റ് V1. ഓക്കെ, ആ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ V1 ഇസ് ഈക്വൽ ടു നമുക്ക് ടോട്ടൽ വി അറിയാം. ഓക്കെ, ടോട്ടൽ വി ഇൻറ്റു ഏത് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, അതായത് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു R1/RT ടോട്ടൽ. അതേമാതിരി R2 ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് അക്രോസ് R2, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് R2, V2 ഇസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള അപ്ലൈഡ് വോൾട്ടേജ് ഇൻറ്റു ഏതിൻ്റെ റെസിസ്റ്റൻസിനാണോ കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റൻസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് R1 പ്ലസ് R2. ഇനി നമുക്ക് ഈ V1 പ്ലസ് V2 ഒന്ന് സം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? V ഇൻറ്റു R1/RT പ്ലസ് V ഇൻറ്റു R2/RT. V കോമൺ ആണ്, പുറത്തേക്ക് എടുക്കാം അല്ലേ. R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ RT. RT എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ്, R1 പ്ലസ് R2 തന്നെയാണ്, സീരീസ് അല്ലേ. അപ്പോൾ ദിസ് ടു വിൽ ക്യാൻസൽ ഈച്ച് അതർ. അപ്പോൾ നമുക്ക് V1 പ്ലസ് V2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? V എന്ന് കിട്ടി. ശരിയായില്ലേ? നമ്മുടെ രണ്ട് എലിമെൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ സം ഇസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ്. ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത്. ഒന്നും കൂടിയും പറയാം. സപ്പോസ് വി ഹാവ് 3 റെസിസ്റ്റേഴ്സ് R1, R2, R3. ഓക്കെ, സീരീസ് കോമ്പിനേഷൻ. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജാണ് V എന്ന് വിചാരിക്കുക. R1, R2, R3 മൂന്നെണ്ണത്തിൻ്റെ വാല്യൂ. ഈ R1-ന് അക്രോസ് ഉള്ള വോൾട്ടേജ് V1, V2, V3. ഹിയർ V. അപ്പോൾ നമുക്ക് V1 ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? V1 ഇസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് R1-ന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്, V1 ഇസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് V ഇൻറ്റു R1. അതായത് V1 എന്ന് പറയുന്നത് R1-ന് അക്രോസ്, അപ്പോൾ R1 ഡിവൈഡഡ് ബൈ R ടോട്ടൽ, ദാറ്റ് ഈസ് R1 പ്ലസ് R2 പ്ലസ് R3. സിമിലർലി V2 രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് R2 ബൈ ടോട്ടൽ R1 പ്ലസ് R2 പ്ലസ് R3 ഇൻറ്റു ടോട്ടൽ വോൾട്ടേജ്. ഓക്കെ, V3 ഓൾസോ R3. ഏത് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് കാണേണ്ടത് അതിൻ്റെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ റെസിസ്റ്റൻസ് വാല്യൂവിന്. അപ്പോൾ ദെൻ ടോട്ടൽ R1 പ്ലസ് R2 പ്ലസ് R3 ഇൻറ്റു V. ഇനി V1, V2, V3 നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വോൾട്ടേജ് V എന്ന് കിട്ടും. നൗ വി ക്യാൻ ലുക്ക് ഇൻ ടു എ പ്രോബ്ലം. ഓക്കെ, consider a circuit which has a 45 voltage supply and 3 resistors R1 and R2, R3. 3 of them are connected in series. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ, R2 സീരീസ് കണക്റ്റഡ് ആണ്. കാരണം ഓരോ എൻഡ് R1-ൻ്റെ ഈ എൻഡ് ഇവിടെ കൊടുത്തു, രണ്ടാമത്തെ എൻഡിൽ വേറെ റെസിസ്റ്റൻസ്, അതിൻ്റെ രണ്ടാമത്തെ എൻഡിൽ R3, ദെൻ തിരിച്ച് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്കിതിനകത്ത് V1 ഈസ് ദ വോൾട്ടേജ് അക്രോസ് R1, V2, V3 ഈ 3 പേരെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ പൊളാരിറ്റി കോൺസെപ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഓരോ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം V1 എങ്ങനെ കണ്ടുപിടിക്കാം. V1 എന്ന് പറയുന്നത് R1-ൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് 5 ohm. ഓക്കെ, R2-ൻ്റെ വാല്യൂ 10 ohm. സിമിലർലി R3-ൻ്റെ വാല്യൂ 75 ohm. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് V1 കണ്ടുപിടിക്കാം. V1 എന്ന് പറയുന്നത് R1-ന് അക്രോസ്. അപ്പോൾ R1 ബൈ ടോട്ടൽ R ടോട്ടൽ അല്ലേ ഇൻറ്റു
വി എന്ന് പറയുന്നത് 45. അപ്പോൾ നമുക്ക് R1 ഈസ് 5. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 3 പേരും സീരീസ് ആയിട്ടാണ്. R1 പ്ലസ് R2 പ്ലസ് ദറ്റ് ഈസ് 10 പ്ലസ് 75. നമുക്ക് എത്ര കിട്ടും? 75 വേണ്ട, 7.5 ആക്കാം. 7.5. അപ്പോൾ നമുക്ക് ഇൻറ്റു 45. അപ്പോൾ 5/22.5 ഇൻറ്റു 45 നമുക്ക് കിട്ടും 10 വോൾട്ട് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. ദെൻ സിമിലർലി V2 എന്ന് പറയുമ്പോൾ നമുക്ക് R2 10, ടോട്ടൽ ഈസ് 22.5 ഇൻറ്റു ടോട്ടൽ വോൾട്ടേജ് 45, ദറ്റ് ഈസ് 20 വോൾട്ട്. ശരിയല്ലേ? സിമിലർലി V3 R3/R total 7.5 R total is 22.5 into 45. നമുക്ക് എത്ര കിട്ടും? 15 വോൾട്ട് കിട്ടും. അപ്പോൾ V1 is equal to നമുക്ക് 10 കിട്ടി, 10 വോൾട്ട്. V2 is equal to 20 വോൾട്ട് and V3 is equal to 15 വോൾട്ട്. Or adding all together V1 plus V2 plus V3 is equal to 10 plus 20 plus 15, that is 45 വോൾട്ട്. That is equal to നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് V. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂളാണ് ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമിലർ പ്രോബ്ലംസ് നിങ്ങൾ തന്നെ ഒരു സർക്യൂട്ട് വരച്ചപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു 100 വോൾട്ട്. ദെൻ ഈ സർക്യൂട്ടിലെ കറണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സർക്യൂട്ടിലെ കറണ്ട് I is equal to V/R total. അപ്പോൾ നമുക്ക് V 45 ആണ്. ഓക്കെ, R total എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 22.5 ആണ്. അപ്പോൾ I is equal to നമുക്ക് എന്ത് കിട്ടി? 2 ആംപിയർ കിട്ടി. 2 ആംപിയർ കറണ്ടാണ് നമുക്ക് ഈ സർക്യൂട്ട് കൂടെ ഇപ്പോൾ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, 2 ആംപിയർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ V1 കണ്ടുപിടിക്കാം. V1 is equal to I into R1. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ 2 into R1 എത്രയാണ്? 5 ആണ്. അപ്പോൾ 10 വോൾട്ട്. അതേമാതിരി V2 is equal to I into R2. I into R2 എന്ന് പറയുമ്പോൾ 2 into 10, 20 വോൾട്ട്. സിമിലർലി V3 I R3. അപ്പോൾ നമുക്ക് 2 into 7.5, 15 വോൾട്ട്. അപ്പോൾ മൂന്നും കൂടി കൂട്ടിയാലും നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ വോൾട്ടേജ് ഡിവിഷൻ റൂള് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂൾ തന്നെ അപ്ലൈ ചെയ്യുക. ഓരോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എലമെൻറ്റിനും അക്രോസ് ഓരോ വോൾട്ടേജ് ആയിരിക്കും. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എലമെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. വോൾട്ടേജ് ഡിവിഷൻ റൂൾ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യും? എലമെൻറ്റ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. കറണ്ട് അവിടെ സെയിം ആയിരിക്കും, സെയിം കറണ്ട് ആയിരിക്കും എല്ലാ എലമെൻറ്റ് കൂടിയും ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നമുക്കൊരു പ്രോബ്ലം നിങ്ങളിതുമാതിരി ചെയ്ത് നോക്കുക. ഒരു 100 വോൾട്ട്, ഒരു 10 ഓം, 20 ഓം, പിന്നെ അവിടെ ഒരു 50 ഓം, ഇവിടെ നമുക്ക് 40 മതി, ഇവിടെ ഒരു 30 ഓം. അപ്പോൾ ഇതിനെ ക്രോസ് ഉള്ളത് V1, V2, V3, V4. ഈ 4 വോൾട്ടേജും കണ്ടുപിടിക്കുക. ഓക്കെ, V1, V2, V3, V4. ഓൾ യു നീഡ് ടു കാൽക്കുലേറ്റ്. ഓക്കെ, 100 വോൾട്ട് ഇസ് ദ സപ്ലൈ വോൾട്ടേജ്. ദെൻ നെക്സ്റ്റ് നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ നോക്കാം. കറണ്ട് ഡിവൈഡർ റൂൾ അല്ലെങ്കിൽ കറണ്ട് ഡിവിഷൻ റൂൾ. കറണ്ട് ഡിവിഷൻ റൂൾ. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഈസ് അപ്ലിക്കബിൾ ടു സീരീസ് കണക്റ്റഡ് എലമെൻറ്റ്സ്. ഓക്കെ, അവിടെ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കറണ്ട് ഡിവൈഡ് ചെയ്യുക എവിടെയാണ്? വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് കറണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുക. അതായത് നമ്മളൊരു എലമെൻറ്റ്സ്, അതായത് മോർ ദാൻ വൺ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എലമെൻറ്റ്സ് നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നോക്കൂ, വി ആർ കണക്റ്റഡ് 3 റെസിസ്റ്റേഴ്സ്. ആദ്യം നമുക്ക് 2 എണ്ണം വെച്ചിട്ട് നോക്കാം. 2 പേരെ വെച്ചിട്ട് നമുക്ക് സർക്യൂട്ട് നോക്കാം. we have two resistors R1 and R2. They are connected parallel to a voltage V. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം അല്ല, ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ R1നും R2വിനും അക്രോസ് ഉള്ള വോൾട്ടേജ്
സെയിം വോൾട്ടേജ് തന്നെയായിരിക്കും, വി തന്നെയായിരിക്കും R1-നും R2-വിനും അക്രോസ് വരുന്നത്. കാരണം പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ R1-നും R2-നും വോൾട്ടേജ് പാരലലായി വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കറണ്ട് I എന്ന് പറയുന്ന ഒരു കറണ്ട് ഉണ്ട്. ഈ കറണ്ട് ഇവിടെ എത്തി, ഈ I ഇവിടെ എത്തി. ഇപ്പോൾ എന്തായി, ഇതാ ഇങ്ങനെ വരുന്ന ഒരു കറണ്ട് ഇവിടെ എത്തി. ഇപ്പോൾ രണ്ട് ബ്രാഞ്ച് കണ്ടു, ഒരു R1 ഇരിക്കുന്ന ബ്രാഞ്ച് കണ്ടു, ഒരു R2 ഇരിക്കുന്ന ബ്രാഞ്ച് കണ്ടു. അപ്പോൾ നമുക്കറിയാം കറണ്ട് ഏത് കൂടെയാണ് പോകുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കറണ്ടിന് രണ്ട് റെസിസ്റ്റൻസ് കണ്ടു. അപ്പോൾ റെസിസ്റ്റൻസ് എവിടെയാണോ കുറവ്, അല്ലേ, പ്രതിരോധം എവിടെയാണോ കുറവ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ എവിടെയാണോ കുറവ്, അതിൽ ആ പാത്ത് കൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കുറവ് കറണ്ടാണ് ആ പാത്ത് കൂടെ ഫ്ലോ ചെയ്യുള്ളൂ. അതെന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. കറണ്ട് ഫ്ലോവിങ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്കിവിടെ ഇവിടെ ഒരു 3 ആംപിയർ വരുന്നുണ്ട്. ഇവിടെ R1 ചെറുതാണെങ്കിൽ കൂടുതൽ കറണ്ട് ഇത് കൂടെ പോകും, ബാക്കി കറണ്ടാണ് R2 കൂടെ പോകുക. അപ്പോൾ നമുക്ക് ഈ R1 കൂടെ പോകുന്ന കറണ്ടിനെ I1 എന്നും R2 കൂടെ പോകുന്ന കറണ്ടിനെ I2 എന്നും നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് ഇവിടെ അറിയുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ കറണ്ട് Iനെ നമുക്ക് അറിയാം. ഓക്കെ, I എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം നമുക്ക് R1 R2 പാരലലായിട്ടിരിക്കുകയാണ്, രണ്ട് റെസിസ്റ്റേഴ്സ് പാരലലായിട്ടിരിക്കുകയാണ് R1 R2. അപ്പോൾ നമുക്ക് ഈക്വലൻ റെസിസ്റ്റൻസ് അറിയാം, 1/R is equal to 1/R1 plus 1/R2. അതായത് R ടോട്ടൽ, ഇതാണ് നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത് രണ്ടെണ്ണമാകുമ്പോൾ R1 into R2/R1 plus R2 ആണ് R ടോട്ടൽ. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ആണ് അവിടെ അറിയുന്നത്. അപ്പോൾ V നമുക്കറിയാമെങ്കിൽ I is equal to V/R ടോട്ടൽ കിട്ടി. ഇനി നമുക്ക് I നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ I1 എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. I1 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. എന്താ, V/R1 ചെയ്ത I1 കിട്ടും. I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R2 ചെയ്ത് കഴിഞ്ഞാൽ I2 കിട്ടും. അപ്പോൾ ഇത് കറണ്ട് ഡിവിഷൻ റൂൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് V എന്ന് പറയുന്നത് നമുക്ക് കിട്ടണം. R ടോട്ടൽ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ I1 is equal to V/R1 ആണ്, അല്ലേ? അതായത് അതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ്, ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ R1 എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് V എന്താണോ അതാണ് R1-ന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പോൾ I1 is equal to V/R1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് Iൻ്റെ വാല്യൂ, I1 I2 ടോട്ടൽ കറണ്ട് I എന്ന് പറയുന്നത് രണ്ട് കറണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. രണ്ട് പാരലൽ ബ്രാഞ്ചാണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പോൾ I1-ഉം I2-ൻ്റെയും സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കറണ്ട് I കിട്ടും. ഇതാണ് കിർച്ചോഫിൻ്റെ കറണ്ട് ലോ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നമുക്ക് വരുന്നുണ്ട്, അപ്പോൾ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ I1 is equal to V ടോട്ടൽ വോൾട്ടേജ് ബൈ R1 എന്ന് എഴുതി. അപ്പോൾ V is equal to എന്താ? ടോട്ടൽ കറണ്ട് I ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് T, I ഇൻറ്റു RT ഡിവൈഡഡ് ബൈ R1. വീനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. വീനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V is equal to എന്താണ്? I ഇൻറ്റു R ടോട്ടൽ. ദാറ്റ് ഈസ് R ടോട്ടൽ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു ഒരു നമുക്ക് R1 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുണ്ട്. അപ്പോൾ R1 അവിടെ പോയി, രണ്ട് R1 നമുക്ക് ക്യാൻസലായി, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും R1 ക്യാൻസലായി. അപ്പോൾ I1 is equal to ടോട്ടൽ കറണ്ട് I ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2. ഓക്കെ, I ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേമാതിരി I2, രണ്ടാമത്തെ കറണ്ട് I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R2 ആണ്. അപ്പോൾ Vക്ക് നമുക്ക് നേരത്തെ എഴുതിയ മാതിരി തന്നെ I ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് ബൈ R2, നേരത്തെ എഴുതിയ മാതിരി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ I ഇൻറ്റു R1 ബൈ R1 പ്ലസ് R2. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഒബ്സർവേഷനിൽ മനസ്സിലാക്കാം. നമുക്ക് ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ R1 കൂടെ പോകുന്ന കറണ്ട് I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് അതർ ബ്രാഞ്ച്, അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് അതർ ബ്രാഞ്ച് ഡിവൈഡഡ് ബൈ
സം ഓഫ് ദ റെസിസ്റ്റൻസ്, ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അതേമാതിരി I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് അതർ ബ്രാഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇതാണ് കറണ്ട് ഡിവിഷൻ റൂൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അത് നമുക്ക് 6 വോൾട്ടാണ് വാല്യൂ. റെസിസ്റ്റേഴ്സ് 1 ohm, 3 ohm and 2 ohm. 1 ohm, 3 ohm, 2 ohm. R1, R2, R3 എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, now we have current I1 which is flowing through R1 and I2, I3 are flowing through R2 and R3 respectively. Then total current can be written as I. Okay, we need to find I1, I2 and I3. നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും അല്ലേ. I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ക്രോസ് വരുന്ന വോൾട്ടേജ് തന്നെയാണ് 6 വോൾട്ട്. R1നെ ക്രോസ് വരുന്ന വോൾട്ടേജ്, അപ്പോൾ V/R1. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം 6/1, 6 ആംപിയർ. Then V/R2 is equal to I2, അപ്പോൾ 6/3, that is 2 ampere. Then I3 equal to V/R3, 6/2, 3 ampere. അപ്പോൾ ടോട്ടൽ കറണ്ട് I is equal to 6 + 2 + 3, 11 ആംപിയർ. അതവിടെ ഇരിക്കട്ടെ, അത് നമുക്കറിയാം. നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ട് നമ്മൾ I1, I2, I3 കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് I കണ്ടുപിടിക്കണം. I is equal to V/R total. ഇവിടെ നമുക്ക് 3 റെസിസ്റ്റേഴ്സ് എങ്ങനെ തന്നിട്ടുണ്ട്, പാരലൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 1/R is equal to 1/R1 plus 1/R2 plus 1/R3. അപ്പോൾ നമുക്ക് 1/1, that is 1, plus 1/2, 1/3 plus 1/2. അപ്പോൾ നമുക്ക് 6 എടുക്കാം കോമൺ ഡിനോമിനേറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ 6 + 2 + 3 അല്ലേ. നമുക്ക് അപ്പോൾ LCM എടുത്ത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 5 + 6, 11/6. അപ്പോൾ 1/R is equal to 11/6. Therefore R is equal to 6/11 ohms. R is equal to 6/11. ഓക്കെ, അതാണ് ടോട്ടൽ അല്ലെങ്കിൽ R equivalent value. ഇനി നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് I1. ഓക്കെ, സോറി, I1 നമുക്ക് കണ്ടുപിടിക്കണം. I1 എന്ന് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, I1 is equal to ടോട്ടൽ കറണ്ട് I ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് അതർ ബ്രാഞ്ച്. എന്ന് പറയുമ്പോൾ R2 and R3 എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കണം. R2ഉം R3യും പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ R2, R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3 ബൈ R ടോട്ടൽ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ആദ്യം ഇതിലോട്ട് പോകുന്നതിന് മുന്നേ R ഈക്വലൻ്റ് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് 2 എണ്ണമുള്ള സർക്യൂട്ട് നോക്കാം, അതായിരിക്കും ഒന്നും കൂടി പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാവുന്നത്. ഓക്കെ, രണ്ടെണ്ണം നമുക്ക് ഈ സെയിം സർക്യൂട്ട് തന്നെ 6 വോൾട്ട് 3 and 2, 3 ohm, 3 and 2 ohm. I1, I2. R1 is 3 ohm, R2 is 2 ohm, 6 volt. അപ്പോൾ I is equal to നമുക്ക് കിട്ടണം I എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നേരത്തെ ഈ പേജിൽ ഇവിടെ R കിട്ടിക്കഴിഞ്ഞാൽ I is equal to V എത്രയായിരുന്നു, V എന്ന് പറയുന്നത് നമുക്ക് 6 ആയിരുന്നു അല്ലേ, ബൈ R ഈക്വലൻ്റ് എന്ന് പറയുമ്പോൾ 6/11. അപ്പോൾ നമുക്ക് ടോട്ടൽ 11 ആംപിയർ എന്ന് കിട്ടും. I is equal to 11 ആംപിയർ. ടോട്ടൽ കറണ്ട് I is equal to 11 ആംപിയർ.
ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് I1 I2 I3 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മൾ രണ്ടെണ്ണം ഉള്ളത് ചെയ്തിട്ട് അതിലോട്ട് വരാം. അപ്പോൾ നമുക്ക് I ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R ഈക്വലൻ, രണ്ട് റെസിസ്റ്റൻസ് പാരലലായിട്ടാണ് വെച്ചിരിക്കുന്നത്, 3ഉം 2ഉം. ഓക്കെ, അപ്പോൾ നമുക്ക് V എന്ന് പറയുമ്പോൾ 6 വോൾട്ട്, R ഈക്വലൻറ്റ് 2 × 3/2 + 3, അപ്പോൾ 6/5, അപ്പോൾ 6/5, അപ്പോൾ നമുക്ക് 5 ആംപിയർ എന്ന് കിട്ടും ടോട്ടൽ കറണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി I1 കണ്ടുപിടിക്കണം. I1 എന്ന് പറയുമ്പോൾ I ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് അതർ ബ്രാഞ്ച്, ദാറ്റ് ഈസ് R2, ദെൻ ടോട്ടൽ റെസിസ്റ്റൻസ് R1 + R2. അപ്പോൾ 5 ഇൻറ്റു R2 നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? 2 ആയിരുന്നു. ദെൻ 2 + 3 നമുക്ക് 2 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ I2 ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് I ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് അതർ ബ്രാഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ 5 നേരത്തെ നമുക്ക് കിട്ടി, ടോട്ടൽ കറണ്ട് ആണ്. ദെൻ R1 എന്ന് പറയുന്നത് 3, ദെൻ 2 + 3, അപ്പോൾ 3 ആംപിയർ നമുക്ക് കിട്ടുന്നത്. ഈ 5 ക്യാൻസൽ ആവും, അപ്പോൾ 3 ആംപിയർ. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു 2 ആംപിയർ, I2 ഈസ് ഈക്വൽ ടു 3 ആംപിയർ. ടോട്ടൽ കറണ്ട് I ഈസ് ഈക്വൽ ടു I1 + I2 ഈസ് ഈക്വൽ ടു 5 ആംപിയർ. അത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഇവിടെ നമുക്ക് 5 ആംപിയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് 5 വന്നു. ആ 5-ൽ I1 നമുക്ക് എത്രയാണ് കിട്ടിയത്? I1 2 കിട്ടി, 2 ആംപിയർ കിട്ടി. I2 ഈസ് ഈക്വൽ ടു 3 ആംപിയർ കിട്ടി. കണ്ടോ, 3 ഇങ്ങോട്ടും പോയി, 2 ഇങ്ങോട്ടും വന്നു, ടോട്ടൽ 5 ഈ ജംഗ്ഷനിലേക്ക് വന്നു. അത് ഡിവൈഡ് ചെയ്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടായി മാറിപ്പോയി. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ റെസിസ്റ്റൻസ് 3 ഓം ആണ്. 3 ഓം കൂടെ പോയിട്ടുള്ളത് 2 ആംപിയർ. കണ്ടു, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇവിടെ കുറവാണ്. 2 ആംപിയർ ഉള്ളിടത്ത് കൂടെ കൂടുതൽ കറണ്ട് പോയി, 3 ആംപിയർ കറണ്ട് പോയി. സപ്പോസ് നമുക്കിവിടെ 6 വോൾട്ടാണ്, രണ്ടും 3 ഓം ആണെന്ന് വിചാരിക്കുക. 3 ഓം, ഇവിടെ നമുക്ക് ഇവിടെ വരുന്ന കറണ്ട് 5 ആംപിയർ ആണെന്നും വിചാരിക്കുക. രണ്ട് ഈക്വൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ നേർ പകുതി 2.5 ഇത് കൂടിയും 2.5 ഇത് കൂടിയും പോകും, ഡിവൈഡ് ചെയ്ത് പോകും ഈക്വൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ. ഇവിടെ 2ഉം 3യുമായി മാറി, 2 ഓം കൂടെ കൂടുതൽ റെസിസ്റ്റൻസ്, കൂടുതൽ കറണ്ട്, റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ അത് കൂടെ കൂടുതൽ കറണ്ട് പോയി, വരുന്ന 5 ആംപിയർ തന്നെ നമുക്ക് ഇവിടെയും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് 3 ബ്രാഞ്ചിലോടുത്ത് പോവാം. ഇവിടെ നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചു, R ഈക്വലൻ്റ് വെച്ച് കറണ്ട് നമ്മൾ 11 ആംപിയർ കിട്ടി. ദെൻ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി R1 കൂടെ പോകുന്ന കറണ്ടാണ് I1. അപ്പോൾ R2 R3 പാരലലായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ദെൻ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ടോട്ടൽ കറണ്ട് 11 ഇൻറ്റു R2 R3 പാരലലായിരിക്കുമ്പോൾ നമുക്ക് 1 × 2 ഡിവൈഡഡ് ബൈ 1 + 2. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 1 + 3 + 2 6. ഓക്കെ, അപ്പോൾ 11 ഇൻറ്റു 2/3. ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് എത്ര വരുന്ന? 6/11. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ചെറിയൊരു ഇത് പറ്റി. R2 R3. ഓക്കെ, R2 R3 എന്ന് പറയുന്നത് 1 ഉം 2 അല്ല, 2 ഉം 3 ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ I1 കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് R2 R3 പാരലലായിട്ട് ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഈസ് I ഇൻറ്റു R2 R3 പാരലലാണ്. അപ്പോൾ R1 ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 R3 പാരലൽ. ഇതേമാതിരി R2 R3 പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ 11 ഇൻറ്റു R2 R3 പാരലായിട്ട് വയ്ക്കുമ്പോൾ R2 ഇൻറ്റു R3/R2 + R3. R2 നമുക്ക് 3 ഓമും R3 2 ഓമാണ്. അപ്പോൾ 3 ഇൻറ്റു 2/3 + 2. ഓക്കെ, ദെൻ R1 means 1, then R2 + R3, that is R2 parallel R3, that is 6/5. നമുക്ക് കിട്ടും 11 ഇൻറ്റു 6/5
divided by 1 plus 6 by 5. That is 11 into 6 by 5 divided by 5 into 1. അപ്പോൾ 5 plus 6 by 5. അപ്പോൾ ഒന്നും കൂടി I1 is equal to 11 into 6 by 5 divided by 11 by 5. അപ്പോൾ 11ഉം 5ഉം ക്യാൻസൽ ആവും, 6 എന്ന് നമുക്ക് കിട്ടും I1. ഓക്കെ, സിമിലർലി I2 നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, I2 എഴുതുമ്പോൾ R1ഉം R3യും പാരലലായി വരും, R1ഉം R3യും. അപ്പോൾ I2 is equal to total current I into R1 and R3 parallel divided by R2 പ്ലസ് ബാക്കി വാല്യൂ R1 പാരലൽ R3. ചെയ്യുമ്പോൾ നമുക്ക് R1 എത്രയാണ്, 1ഉം R3 2ഉം. അപ്പോൾ I11 ഇൻറ്റു 2ഉം 1ഉം, അപ്പോൾ 2/3 ഡിവൈഡഡ് ബൈ R2 is 3 പ്ലസ് 2/3. നമുക്ക് ചെയ്യുമ്പോൾ 9, 11 ക്യാൻസൽ ആവും, നമുക്ക് 2 ആംപിയർ എന്ന് കിട്ടും. സിമിലർലി I3 I ഇൻറ്റു R1 പാരലൽ R2 പാരലൽ ടു I3 ആകുമ്പോൾ R1 ഡിവൈഡഡ് ബൈ R3 പ്ലസ് R1 പാരലൽ ടു R2. ദാറ്റ് ഈസ് വിൽ ഗെറ്റ് 3 ആംപിയർ. ഇതാണ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഡിവിഷൻ റൂൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ 3-4 കൂടുതൽ പാരലൽ ബ്രാഞ്ച് വരുമ്പോൾ കൂടുതൽ കറണ്ട് ഡിവിഷൻ റൂൾ എടുത്ത് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് V/R നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ റെസിസ്റ്റൻസ് എത്രയാണ് നോക്കുക, അതിനെ നമുക്ക് എന്ത് ചെയ്യുക, വോൾട്ടേജ് കൊണ്ട് ആ റെസിസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ I1 കിട്ടും. എല്ലാത്തിനും അക്രോസുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും അതുകൊണ്ട്. ഓക്കെ, ഇതാണ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഡിവിഷൻ റൂൾ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കിർച്ചോഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ലോ നമുക്ക് നോക്കാം.